എന്നെ തെറി വിളിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിക്കോട്ടെ, ഏത് സഖാക്കളുമായിക്കോട്ടെ, ധൈര്യമുണ്ടെങ്കിൽ പറ, ജനങ്ങൾക്ക് നല്ല റോഡുകൾ ഉണ്ടാക്കി, തെറ്റാണോ? പട്ടിണി കിടന്നവന് ഭക്ഷണം കൊടുത്തു, തെറ്റാണോ? ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചു, തെറ്റാണോ? 40-50 വീടുകളിലുള്ള കോളനികളില് 1 മണിക്കൂർ വരുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങള് അവർക്ക് 24 മണിക്കൂറും വെള്ളം കൊടുത്തത് തെറ്റാണോ? ഈ 10 വർഷക്കാലം ഞാൻ ചെയ്ത ഈ ജനങ്ങൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ജനങ്ങൾക്കോ നാടിനോ ഏതെങ്കിലും ജീവികൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പദ്ധതി ഉപേക്ഷിച്ച്, ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് 2020 എന്ന പ്രസ്ഥാനം നിർത്തിവെക്കാം. പ്രിയപ്പെട്ടവരെ, വ്യവസായിയായ ഇവര് കുത്തുന്ന ബൂർഷയായ ഞാന്, മുതലാളിയായ ഞാന് നിങ്ങളുടെ മുന്നിൽ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ വേർപ്പിന്റെ ഫലം നിന്ന് അത് ഊറ്റിക്കുടിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാം, ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം 165 കോടി രൂപ കടമെടുത്താണ്. കടമെടുക്കുന്നു, തൊഴുത്ത് പണിയുന്നു, ലിഫ്റ്റ് പണിയുന്നു, ടൂറുകൾ നടത്തുന്നു, ആർഭാടത്തോടെ ജീവിക്കുന്നു. ഇവിടെ പാവപ്പെട്ടവൻ ഓരോ ദിവസവും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേതാക്കന്മാരുമെല്ലാം നിങ്ങളുടെയും ഈ നാടിനെയും കൊള്ളയടിച്ച് ഊറ്റിക്കുടിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം ആഘോഷിക്കുകയാണ്. ഇതൊക്കെ ആയിക്കഴിഞ്ഞാലും തെരഞ്ഞെടുപ്പ് വരുമ്പോ ഒരു കിറ്റ് കിട്ടും. ആ കിറ്റിന് പുറകെ പോയി നമ്മളെല്ലാം വരിയായിട്ട് നിന്ന് ഈ വൃത്തികെട്ടവന്മാരെ വീണ്ടും തെരഞ്ഞെടുക്കും. നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. ഇനി ഒരിക്കൽ കൂടിയത് നിങ്ങള് അതേ രീതിയിൽ ചിന്തിക്കാതെ, ആലോചിക്കാതെ ഈ പരമ്പരാഗതമായിട്ട് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ വീണ്ടും അധികാരത്തിലേറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം കുഴി കുഴിക്കുകയാണ് എന്ന്. ഏത് കൊലപാതകം നടത്തിയാലും, ആരെ ബലാത്സംഗം ചെയ്താലും ആർക്കും രക്ഷപ്പെടാവുന്ന ഒരു നിയമം, ഒരു രാഷ്ട്രീയ നിയമം, അത് മാറണം. ഇപ്പൊ ഈ പറഞ്ഞ സഖാവിനോടൊന്നും പറയാനുണ്ട്. തിരുവാണിയൂറിന്റെ മണ്ണില് എനിക്ക് 1 സെന്റ് സ്ഥലവുമില്ല, 1 ഇഞ്ച് സ്ഥലവുമില്ല, അതിന്റെ ആവശ്യവുമില്ല എനിക്ക്. കേരളത്തിലുള്ള എല്ലാ